പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മൃതദേഹം നാളെ സംസ്കരിക്കും. നിലവിൽ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതദേഹം. നാളെ രാവിലെ പൊതുദർശനവും ഉണ്ടാകും. രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങളുമായി. രേഷ്മ, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മൃതദേഹം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിച്ചപ്പോഴും അതിവൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിരിക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ പൊതുദർശനം ഉണ്ടാകുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, അതിവൈകാരികമായിട്ട് തന്നെയായിരുന്നു ഇന്നലെ 7:47 ഫ്ലൈറ്റിലെത്തിയ എൻ രാമചന്ദ്രന്റെ മൃതശരീരം ജന്മനാട് ഏറ്റുവാങ്ങിയത്. ഔദ്യോഗികമായിട്ട് കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ജോർജ് കുര്യൻ, സുരേഷ് ഗോപി, സംസ്ഥാന സർക്കാർ മന്ത്രിസഭയിലെ പി പ്രസാദ് അടക്കമുള്ളവർ മൃതശരീരം ഏറ്റുവാങ്ങുകയായിരുന്നു. പിന്നീട് വി.ഡി. സതീശനും അതോടൊപ്പം തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ, മറ്റ് ഇടത് നേതാക്കൾ ഇവരൊക്കെ തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു. അല്പസമയം ഏകദേശം 10 മിനിറ്റോളം വിമാനത്താവളത്തിൽ അല്ലെങ്കിൽ അന്തിമോപചാരം അർപ്പിക്കാനായിട്ടുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കുകയും ചെയ്തിരുന്നു. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. നാളെ ഉച്ചയോടുകൂടി ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. നാളെ രാവിലെ മുതൽ പൊതുജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനായിട്ടുള്ള ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ചെങ്ങമ്പുഴ പാർക്കിലായിരിക്കും രാവിലെ 7 മണി മുതൽ 9 മണി വരെ പൊതുദർശനം ഉണ്ടാവുക. ജന്മനാടിന്റെ ആദരം ആ സ്ഥലത്ത് വെച്ച്, അതായത് ചെങ്ങമ്പുഴ പാർക്കിൽ വെച്ചിട്ട് എൻ രാമചന്ദ്രൻ ഏറ്റുവാങ്ങും. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇടപ്പള്ളിയിൽ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും വീട്ടിലേക്ക് മൃതശരീരം എത്തിക്കുക. നിലവിൽ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് മൃതശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. നേരത്തെ ഇന്നലെ വിമാനത്താവളത്തിൽ നിന്ന് നേരെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മൃതശരീരം മാറ്റുകയായിരുന്നു. മൃതശരീരത്തിനൊപ്പം ഫ്ലൈറ്റിൽ തന്നെ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. മകൾ ആരതിയും ഭാര്യ ഷീല രാമചന്ദ്രനും ചെറുമക്കളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് രാമചന്ദ്രനും കുടുംബവും, അതായത് മകളുടെ മക്കളും ഭാര്യയും അടങ്ങുന്ന സംഘം വിനോദയാത്രയ്ക്കായിട്ട് കാശ്മീരിലേക്ക് പോയത്. ഹൈദരാബാദിലെ ബന്ധുവിനെ സന്ദർശിച്ച ശേഷമായിരുന്നു കാശ്മീരിലേക്ക് തിരിച്ചത്. മകളുടെയും ചെറുമക്കളുടെയും കൺമുന്നിൽ വെച്ചാണ് രാമചന്ദ്രന് നേരെ ഭീകരർ വെടിയുതിർത്തത്. ആദ്യം രാമചന്ദ്രന്റെ പേര് ചോദിച്ചു. പേരിന് മറുപടി നൽകിയതിനു ശേഷം മതപ്രാർത്ഥന ചൊല്ലണമെന്നുള്ളതായിരുന്നു ഭീകരവാദികളുടെ ആവശ്യം. താൻ മുസ്ലിം അല്ല എന്നുള്ള മറുപടിയാണ് രാമചന്ദ്രൻ ഈ ഒരു ചോദ്യത്തിന് നൽകിയത്. തുടർന്നായിരുന്നു പൊടുന്നനെ വെടിയുതിർത്തത്. മകൾ ആരതിക്ക് നേരെയും തോക്കുമുന ചൂണ്ടിയിരുന്നെങ്കിലും പിന്നീട് മറ്റ് ശ്രദ്ധയിലേക്ക് തിരിഞ്ഞ സമയത്ത് ആരതിയും കുഞ്ഞുങ്ങളും ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും നിലവിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതശരീരം. നാളെ രാവിലെ 9 മണി വരെ ചെങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനമുണ്ടാകും. അതിനുശേഷം വീട്ടിലെത്തിക്കും. പിന്നീട് സംസ്കാര ചടങ്ങുകൾ നടക്കുക ഇടപ്പള്ളി പൊതുശ്മശാനത്തിലാണ്. 1970 കാലഘട്ടം മുതൽ സംഘത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. ഒരു ദേശീയവാദിയായിരുന്നു, തികഞ്ഞ ദേശീയവാദി. അതോടൊപ്പം തന്നെ സാംസ്കാരികമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ പരിപാടികളിലും ഈ ഇടപ്പള്ളി പ്രദേശത്ത് സജീവമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു രാമചന്ദ്രൻ. എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണീരിൽ കുതിർന്ന ഒരു യാത്രാമൊഴി തന്നെയാണ് ഇന്നലെ മുതൽ ജന്മനാട് അദ്ദേഹത്തിന് നൽകുന്നത്. അദ്ദേഹത്തിന്റെ മൃതശരീരം വിമാനത്താവളത്തിൽ കാർഗോയുടെ ടെർമിനലിലേക്ക് എത്തിച്ച സമയത്ത് രാമചന്ദ്രന് മരണമില്ല, ഭീകരവാദത്തെ വെച്ചുപൊറിപ്പിക്കില്ല തുടങ്ങിയ മുദ്രാവാക്യം വിളികളോടെയായിരുന്നു സഹപ്രവർത്തകരടക്കം അദ്ദേഹത്തിന്റെ മൃതശരീരം, ചേതനയേറ്റ ശരീരം ഏറ്റുവാങ്ങിയത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ നാളെയായിരിക്കും ഉണ്ടാകുക.